മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും അവിടുത്തെ മാതാപിതാക്കളെ പോലും പരിഹസിക്കുകയാണ് ഇവന്മാർ. പരസ്യമായി ഇതുപോലത്തെ സ്റ്റേജിൽ ഇവര് ദിവസത്തെ പ്രസംഗം എന്താണെന്നറിയാമോ നിങ്ങൾ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയും ബാപ്പയും കാഫറാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയും ബാപ്പയും കാഫറാണെന്ന് പ്രസംഗിക്കുക. എന്താണ് ഇതിന്റെ ആവശ്യം? 1400 കൊല്ലത്തിന്റെ അപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ 2 നേതാക്കള് അവരിന്ന് കാഫറാണ് മുശ്രിക്കാന്ന് പ്രസംഗിക്കേണ്ട ആവശ്യം എന്താ? ഇവന്മാരുടെ സ്വഭാവമാണ്. നമ്മളെ മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചോ, മന്ത്രത്തിന് മാത്രമല്ല ഈ ആക്ഷേപിക്കുന്നത്, ഇസ്തിഗാസന് മാത്രമല്ല ആക്ഷേപിക്കുന്നത്, മഹാന്മാരെ ഖബറിന് മാത്രമല്ല ആക്ഷേപിക്കുന്നത്, ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ആമിന ബീബിനെയും അബ്ദുള്ള എന്നിവരെയും പരസ്യമായി ആക്ഷേപിക്കുന്നതിനാ മുശ്രിക്കാണെന്നാണ് പ്രസംഗിച്ചു കിടക്കുന്നത്. എന്താണ് ഇതിന്റെ ആവശ്യം? ഞാൻ ചോദിക്കട്ടെ, ഒരു നിഷ്പക്ഷ ബുദ്ധി, നിഷ്പക്ഷമായി കാര്യം ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ 1400 കൊല്ലത്തിനപ്പുറം മരണപ്പെട്ടു പോയ 2 ആളുകൾ പ്രവാചകന്റെ പിതാവും മാതാവും കാഫറാണെന്ന് പറയേണ്ട ആവശ്യം എന്തുണ്ട് പ്രിയപ്പെട്ട വദർമാരി? ഇന്ന് അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്ഥിതി? ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി മഹദിയായ ആമിന ബീവിന്റെ ചരിത്രം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. മുഹമ്മദ് നബിന്റെ ചരിത്രം പറഞ്ഞ മുഴുവൻ ഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ആമിന ബീവിന്റെ ചരിത്രം കാണും. മുഹമ്മദ് നബിയെ വളർത്തിയത് ചെറുപ്പത്തിൽ ഈ ആമിന ബീവിയാണ്. ഗർഭം ധരിച്ച സമയത്ത് ഭർത്താവ് അബ്ദുള്ള മരിച്ചുപോയി. പിന്നീട് ആ മകനെ വളർത്തുന്നത് ഈ ആമിന ബീവിയാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം. മസ്ജിദുൽ ഹറാമിന്റെ അരികത്ത് മക്തബത്തു മക്കത്തിൽ മുകറമ എന്ന ബോർഡുള്ള ഒരു കെട്ടിടം, ഒരു ഖുതുബ്ഖാനയാണ്, ലൈബ്രറിയ. ആ വീടായിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലന്റെ വീട്. ആ വീട്ടിലാണ് ഈ ആമിന ബീവി കുഞ്ഞനയുമായി വളരുന്നത്. ബഹുമാനപ്പെട്ട ആമിന ബീവി ഒരു മാസം മദീനയിൽ താമസിച്ചു. മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നബിയായിട്ടില്ല, 5 വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് മക്കയിലേക്ക് പോന്നു. വഴിയിൽ വെച്ച് മക്കത്ത് എത്താനായപ്പോൾ ആമിനയ്ക്ക് രോഗം വന്നു, കലശലായ രോഗം. രോഗം മൂർജിച്ചപ്പോൾ വൈദ്യന്മാരെ സമീപിച്ചെങ്കിലും അന്നത്തെ വൈദ്യന്മാർ തബീബ് പറഞ്ഞു, രോഗം സുഖപ്പെടാൻ സാധ്യതയില്ല, മരണമാണ് കാണുന്നത്. അത്രയും കലശല. ഈ വിഷമഘട്ടത്തിൽ പിതാവ് നേരത്തെ മരിച്ചുപോയി, ഞാനും മരിച്ചു പോകുന്നു എന്ന് ഓർമ്മ വന്നപ്പോ ആ ഉമ്മ അടിമ സ്ത്രീന്റെ സഹായത്തോടെ ഈ മുഹമ്മദ് എന്ന കുഞ്ഞനെ അരികത്ത് വിളിച്ചു വരുത്തി. ആ കുഞ്ഞനെ അടച്ചുകൂട്ടിയിട്ട് ആ കുഞ്ഞനോട് ആ ഉമ്മ അന്ന് പറഞ്ഞു, സകല കിതാബുകളിലുമുണ്ട് ഇത്, വദീനു അബീഖൽ ബർരി അബ്റാഹാമി വല്ലാഹു അൽഹക അനിൽ അസ്നാമി وأنت مبعوث إلى الأنام تبعث بالهل وفي الحرام. 5 വയസ്സായ മകനോട് മരണം മുന്നിൽ കാണുന്ന ഉമ്മ വളരെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഒരു വസിയത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. മവാഹിബുൽ ദുനിയയിലുണ്ട്, സീറത്തുൽ ഹൽബിയിലുണ്ട്, ഇബ്നു ഹിശാമിലുണ്ട്, മുഴുവൻ ചരിത്ര ഗ്രന്ഥങ്ങളിലുമുണ്ട്. ആ ഉമ്മ മകനോട് പറഞ്ഞു, മോനെ, മക്ക വളരെ പുണ്യമുള്ള നാടാണ്, വളരെ മഹത്വമുള്ള പ്രദേശമാണ്, കഅബാലയം ചെയ്യുന്ന നാടാണ്. പക്ഷേ ഈ മക്കയിൽ താമസിക്കുന്നത് വളരെ മോശമായ ജീവിതമാണ്, കള്ളുകുടിയും വ്യഭിചാരവും തോന്നിവാസങ്ങളുമാണ്. നീ അതിൽ പെട്ടുപോകരുത്. ചുറ്റുപാട് ഏത് മനുഷ്യനെയും ചീത്തയാക്കുമല്ലോ, അതുകൊണ്ട് നീ അതിൽ പെട്ടുപോകരുത്. നിന്റെ ഉപ്പാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബിന്റെ മതം അനുസരിച്ച് നീ ജീവിച്ചു കൊള്ളണം. അത് ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നു, അത്യാവശ്യമായത്. അതുകൊണ്ട് ഇബ്രാഹിം നബിന്റെ മതം അനുസരിച്ച് ജീവിക്കണമെന്ന് ഈ ഉമ്മ വസിയത്ത് ചെയ്യുന്നു ഈ മകനോട്. എന്നിട്ട് പ്രത്യേകമായി ഉമ്മ പറഞ്ഞു, വല്ലാഹു അൽഹഖനിൽ അസ്നാമി. ഇവിടെ ബിംബാരാധന കൊടികുത്തി വാഴുകയാണ്. ഒരിക്കലും മോനെ നീ ബിംബാരാധന ചെയ്യരുത്. 5 വയസ്സുള്ള മകനോട് മരണത്തിന്റെ മുമ്പിൽ കിടക്കുന്ന ഒരു ഉമ്മ ചെയ്ത വസിയത്ത് നിങ്ങൾ ചിന്തിച്ചോക്ക്. ചരിത്രത്തിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടും ഒന്നും നോക്കാതെ, കാണാതെ, അങ്ങോട്ട് ചിന്തിക്കാതെ പാളക്കിതാബ് എന്നും പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ഈ ഉമ്മ കാഫറാണെന്ന് പ്രസംഗിക്കാൻ
ഈ ഉമ്മ മുശ്രിക്കാരെന്ന് പ്രസംഗിക്കാൻ മുജാഹിദനല്ലാതെ ലോകത്തൊരു കുട്ടിക്ക് കഴിയുമോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് ഇതിൻ്റെ ആവശ്യം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദിൽ ഉറച്ചു നിൽക്കണമെന്ന് മുഹമ്മദ് നബിയെ ആദ്യം പഠിപ്പിച്ച ജിബ്രീലല്ല, പടച്ചതമ്പുരാൻ പറയുന്നതിന് മുമ്പ്, അഥവാ വഹി വരുന്നതിന് മുമ്പ് 5 വയസ്സുള്ളപ്പോൾ മുഹമ്മദ് നബിയെ പഠിപ്പിച്ചത് ഉമ്മയാണ്. ഇബ്രാഹിം നബിന്റെ മതമനുസരിച്ച് ജീവിക്കണം, കള്ള് കുടിക്കരുത്, വ്യഭിചാരം ഉണ്ടാകരുത്, കളവ് പറയരുത്, നഗ്നത വെളിവാക്കരുത്. ആ ഉമ്മയാണ് പഠിപ്പിച്ചത്. ഇബ്രാഹിം നബിന്റെ മതമനുസരിച്ച് സ്വീകരിക്കണമെന്ന്. ആ ഉമ്മ മുശ്രിക്കാരെന്ന് പറയാൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചെറുപ്പക്കാർ ചിന്തിക്കണമെന്ന് മാത്രം ഓർപ്പെടുത്തുകയാ. ആരംഭ റസൂലുള്ളാഹിന്റെ ഉമ്മ കാഫറാണ്. നമ്മൾ മുശ്രിക്കാന്ന് മാത്രമല്ല, ആരംഭ റസൂലുള്ളാഹിന്റെ ഉമ്മ മുശ്രിക്കാട്. ഈ കിതാബ് നോക്കുന്നില്ല, പാളക്കിതാബ് എന്നും പറഞ്ഞിട്ട് തള്ളിയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ചരിത്രം പോലും അറിയാതെ, ചരിത്രം പോലും പഠിക്കാതെ ആരംഭ റസൂലുള്ളാഹി മാത്രമല്ല, ആരംഭ റസൂലുള്ളാഹിന്റെ ഉമ്മനെ പോലും ഖബറാക്കിക്കൊണ്ടുള്ള പ്രസംഗങ്ങളാണ് ഇവിടെ മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.